ചെയ്ത് വെച്ചു. ഇതിനകത്ത് വെട്ടല്ലേ കർക്കിടക കൂരിയത്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെയൊക്കെ രേഷ്മയാണേ. ഗുഡ് മോർണിംഗ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ എൻ്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ സുന്ദരിമണി കേട്ടോ. ഇന്ന് നമ്മൾ കാപ്പിക്കായിട്ട് അങ്ങനെയൊന്നും ഒരുക്കുന്നില്ല, ചീനി പുഴുങ്ങാൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് അടുപ്പിലിരിക്കുന്നത്. പിന്നെ നമ്മൾ കട്ടൻ വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലത്തെ ചൂടുവെള്ളം കൂടിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ അതൊക്കെ കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ കട്ടനാണ്. അപ്പോൾ കട്ടന് വെള്ളത്തിൻ്റെ കൂടെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ഇടും. ഞാൻ ഏലക്ക ഇങ്ങനെ പൊടിച്ചൊരു ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി ഇടും. പിന്നെ നമുക്ക് പഞ്ചസാര വേണമല്ലോ, പഞ്ചസാര ഇവിടെ മുക്കിയമ്പിയിലെ പഞ്ചസാര നമ്മൾ ഇടും. പഞ്ചസാര ഇട്ട് ആ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴേ ഞാൻ തേയില ഇടത്തുള്ളൂ കേട്ടോ. അല്ലാതെ തേയില ഇട്ട് തിളപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ കട്ടൻ ഒരുമാതിരി വേറെ ഒരു ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടേ തേയില ഇടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടനായി. കട്ടൻ ഇനി ഒഴിച്ചത് അണ്ണന് കൊണ്ടുവന്ന് കൊടുക്കണം. പാർത്തമോൻ കട്ടൻ കുടിക്കത്തില്ല. അവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്നിട്ടിരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അവനെ ഞാൻ കാണിക്കാഞ്ഞതാണ്. 5:30 ആയപ്പോഴത്തേക്കും ഞാൻ അവനെ വിളിച്ചു കേട്ടോ. ഞാൻ 5 മണിയായപ്പോൾ എണ്ണീറ്റ വ്യക്തിയാണ്. കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ പിടിച്ചത്. അപ്പം ഇതൊരു 5:30 ആയി കാണും. അപ്പം ഞാൻ അണ്ണന് കട്ടൻ കൊണ്ട് കൊടുക്കാം. ആൾ മൂടി പുതച്ച് കിടന്ന് ഉറക്കമാണ്. അപ്പം മഴയൊക്കെ അല്ലേ, എല്ലായിടവും മഴയാണ്. ഇവിടെയും നല്ല മഴയാണ്. അതുകൊണ്ട് തലവഴിയെ മുണ്ടൊക്കെ ഇട്ട് മൂടി വെച്ച് കിടന്നുറങ്ങുന്നത് കണ്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചുണർത്തി. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ അങ്ങനെ കൊടുത്തില്ല. ഞാൻ ബെഡേൽ അങ്ങനെ കട്ടൻ എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങ് വീണ്ടും അടുക്കളയിലേക്ക് വന്നു. നമുക്ക് കൊഞ്ചുണ്ടായിരുന്നു. കൊഞ്ച് കുറച്ചേ എടുത്തുള്ളൂ. ഞാൻ തോനയും കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആണോ ഒരു നീട്ടിയുള്ള കറി എൻ്റേതായ രീതി ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്നാലും റെസിപ്പീസ് പറയാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നമ്മൾ വൃത്തിയാക്കി. മുളക് പൊടി ഉണ്ട് കേട്ടോ. ഇത്രയും കൂടെ നമ്മൾ വൃത്തിയാക്കിയിട്ടേക്കുന്ന നമ്മുടെ കൊഞ്ചിനകത്തേക്ക് പുരട്ടുക. നന്നായിട്ട് അങ്ങോട്ട് പുരട്ടുക. അതിനുശേഷം ഈ പുരട്ടി വെച്ചേക്കുന്ന ഈ കൊഞ്ചിനെയും കൊണ്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. അങ്ങനെ ചെയ്തിട്ട് ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അത് വറുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇത് ഒരു ചാറ് പോലെ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഉള്ളി, പച്ചമുളക്, തക്കാളി ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാർത്തൻ്റെ വക എന്തോ പരീക്ഷണം നടത്താനാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ ഉള്ളി അരിയുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറയണം, അത് കഴിഞ്ഞിട്ട് ഉള്ളി അരിയാവുള്ളേന്ന്. ഞാൻ പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ. അപ്പം പുള്ളി വന്നിട്ടൊരു പേപ്പറൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. അമ്മ ഉള്ളി അരിയുമ്പോൾ അമ്മയുടെ കണ്ണ് നീറാതിരിക്കാനും വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കട്ടിംഗ് ബോർഡിൻ്റെ അവിടെ വെച്ചിട്ട് ഇനി അമ്മ അരിഞ്ഞിട്ട് എന്തോന്ന് വെച്ചാൽ പറയണേന്ന്. പാർത്തം പറയുന്നതേ ഉള്ളി അരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കാനും വേണ്ടി എന്തുവാ ഒരു പേപ്പർ മടക്കി നനച്ച് കട്ടിംഗ് ബോർഡിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഉള്ളി അരിയുമ്പം കണ്ണ് നിറത്തില്ലെന്നാ. നമുക്കൊന്ന് നോക്കാം അങ്ങനെയാണോ ഇല്ലയോ എന്ന്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. എനിക്കത് നന്നായിട്ട് വർക്കായി. നമ്മൾ കട്ടിംഗ് ബോർഡിൻ്റെ ആ ഫ്രണ്ടിലായിട്ട് നമ്മളിങ്ങനെ ഉള്ളി അരിയുന്നതിന് മുമ്പായിട്ട് കട്ടിംഗ് ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് പേപ്പർ മടക്കി നനച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഉള്ളി അരിയാന്നുണ്ടെങ്കിൽ കണ്ണ് നീറത്തില്ലെന്നാണ് ആളെൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ചെയ്തപ്പം എനിക്കങ്ങനെ കണ്ണ് നീറിയില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കണ്ണ് നീറിയോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞിക്കാണ്ട് അതിൻ്റെ പരിശ്രമം വിജയിച്ചുണ്ടോയെന്ന്. നമ്മൾ അവരുടേതായ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾക്കൊക്കെ നമ്മൾ കൂടെ നിന്ന് കൊടുക്കുക എന്ന് മാത്രമല്ലേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കാമെന്ന് കരുതി. അതാണ് ഞാനും അത് ഒത്തങ്ങ് നിന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കാലത് നമ്മുടെ കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്കങ്ങ് കോരി മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഈ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വാടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ ചേർക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്ത് വെച്ചു. ഇതിനകത്ത് നിന്ന് ഓരോന്നും പറഞ്ഞ് കഴിക്കും. ഇത് ഞാൻ ഈ കറിക്കകത്ത് ഞാനിനി എന്തോ ഇടും? കറിക്കകത്തിലുണ്ടോ? എനിക്ക് ഫ്രൈ മതി. നമ്മുടെ വാടി വന്ന സവാളയിലേക്ക് പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ മിക്സായി എല്ലാം ഉടഞ്ഞ് നല്ല പരുവായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പൊടികൾ എന്തൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും സംഭവങ്ങളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചൂടുവെള്ളം ഒഴിക്കുക. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്ന എന്ത് കറിയാണെങ്കിലും അതിനകത്തിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കാവുള്ളൂ. അങ്ങനെ കറി വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പം നമ്മുടെ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് അവിടെ നിന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചീനിയുടെ അടുത്തേക്ക് പോകാം. നമ്മുടെ ചീനി താണ്ട ഇവിടെ കപ്പയെന്ന് പറയത്തില്ല, ഇവിടെ ചീനി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചീനിയായിരുന്നു കേട്ടോ. അണ്ണനാണെങ്കിൽ ചീനി പുഴുങ്ങുന്നത് അരപ്പിട്ട് പുഴുങ്ങുന്നതാണ് ഇഷ്ടം. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അരപ്പിട്ട് പുഴുങ്ങിയാൽ മതി, ഇതേപോലെ അരപ്പിടാതെ പുഴുങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പം താണ്ട നല്ല പുട്ടുപോലെ ഉടയുന്ന ചീനി. അന്നേരം താണ്ട നമ്മൾ അരപ്പിടാൻ പോകും. നിങ്ങൾ ഒട്ടുമിക്ക എൻ്റെ വീഡിയോയ്ക്കകത്തും കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ് കാണാത്തവർക്ക് വേണ്ടി. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, ചട്ടിയും എണ്ണ എല്ലാം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് മൂപ്പിക്കേണ്ട കാര്യമില്ല, അതൊന്ന് വാടി വരിക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കണം കേട്ടോ. പാർത്ഥൻ എപ്പോഴും പറയും, കടുകിട്ട് കഴിഞ്ഞാൽ ദൂരോട്ട് മാറി നിന്നോണം, അല്ലെങ്കിൽ ഇവിടെ വെടിവെപ്പായിരിക്കും നടക്കുന്നത്, പടപടയെന്നെല്ലാം കൂടെ പൊട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ കടുകും എല്ലാം ഇട്ട് കൊടുത്ത്, കടുക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടികളെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊടികളൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ചീനി നമ്മൾ ഉപ്പിട്ടാണ് പുഴുങ്ങുന്നത്. ചീനി നന്നായിട്ട് തിളച്ച് വേവുന്ന പരുവാകുമ്പോൾ നമ്മൾ ഉപ്പിടും അതിനകത്ത്. ഞങ്ങൾ അങ്ങനെയാണ് പുഴുങ്ങുന്നത് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഊറ്റി വെക്കും. എന്നിട്ട് ഇതിനകത്തിൽ നമ്മുടെ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പുഴുങ്ങി ഉപ്പിട്ട് ഊറ്റി വെച്ചേക്കുന്ന ചീനി ഉണ്ടല്ലോ, അത് ഈ അരപ്പിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചീനി പുഴുങ്ങാങ്കലുണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ പറക്കി കഴിക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോഴത്തേനും എന്താ നമ്മുടെ കൊഞ്ചിൻ്റെ സംഭവം അരപ്പെല്ലാം സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ നല്ല കൂട്ടും മേളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, എളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കൊഞ്ചും കൂടെ തട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സെറ്റ് കറിയാണ്. അപ്പോൾ നമ്മുടെ ചീനി താണ്ട ഇവിടെ ഞാൻ ഇളക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നോക്കുക കണ്ടോ, ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ജോലിയൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങി അപ്പോഴത്തേക്കിനും എന്താ ഒരാൾ എനിക്ക് കൈനീട്ടം കൊണ്ട് വന്നതാണ് കേട്ടോ. ഇന്ന് 1-ാം തീയതിയല്ലേ, ഞങ്ങൾ പാർത്ഥൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ആ പൈസ അവനങ്ങ് കൊടുത്തു. പാർത്ഥമോൻ്റെ ജന്മമാസമാ ഈ കർക്കിടക കൂരിയത്, കർക്കിടകത്തിലുള്ളതാ. ഇന്ന് 1-ാം തീയതി ആവുന്നേ. പിന്നെ അപ്പം അതുപോലെ അണ്ണൻ്റെ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അണ്ണൻ വന്ന് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. വിളക്കുമൊക്കെ കത്തിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പുള്ളി അങ്ങ് ജോലിക്ക് അങ്ങ് പോകും. പാർത്ഥമോൻ്റെയും കുളിയും തന്നെയൊക്കെ കഴിഞ്ഞു കേട്ടോ. പാർത്ഥമോൻ താണ്ട കിണ്ടിക്കകത്ത് വെള്ളം എടുക്കാനായിട്ട് അണ്ണൻ വെളിയിലേക്ക് പറഞ്ഞു വിട്ടതായിരുന്നു. അങ്ങനെ ആൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം പിന്നെ ഞാനും പാവുമ്പ അമ്പലത്തിൽ നിന്ന് പോയി തൊഴാമെന്ന് കരുതി. ഇന്ന് 1-ാം തീയതിയല്ലേ, ഞാൻ ഇച്ചിരി താമസിച്ച് ഇറങ്ങിയത് കേട്ടോ. ഒരു 8:30 ആവാറായപ്പോഴത്തേക്കിനാണ് ഞാൻ പാന ഇറങ്ങിയത്. നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ അങ്ങോട്ട് നടന്നാൽ മതി. കാരണം താമസിച്ചതിൻ്റെ കാരണം അവിടെ അമ്പലത്തിൽ ശരിക്കും ആളായിരിക്കും. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് കരുതി. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ആളുണ്ട്. ഇവിടുത്തെ തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടോ വണ്ടിയുടെ ഒക്കെ കിടക്കുന്നുണ്ടോ, JCBയും ടിപ്പറും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചാവി കൊണ്ടൊന്ന് പൂജിക്കാൻ വരും കേട്ടോ. മാലയൊക്കെ അകത്ത് കൊടുത്ത് ചാവിയൊക്കെ പൂജിക്കാൻ വരും. അങ്ങനെയാണ് ഇത്രയും തിരക്ക്. ഇത് തൃപ്പാവുമ്പ മഹാക്ഷേത്രം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിനകത്ത് 2 പ്രതിഷ്ഠയായിട്ട് 2 അടുത്തായിട്ട് മഹാദേവനും മഹാവിഷ്ണു ഇരിക്കുന്ന അമ്പലമാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അകത്ത് കയറുന്നതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ വെളിയിലിറങ്ങി നമ്മുടെ അമ്പലത്തിൻ്റെ വെളിയിലായിട്ട് അമ്പലക്കുളം ഉണ്ട് കണ്ടോ. ഇതാണ് അമ്പലക്കുളം. അപ്പം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ വെളിയിൽ രക്തേശ്വരിയുടെ നടയുണ്ട് കേട്ടോ. രക്തേശ്വരിയുടെ നടയോട് ചേർന്നിട്ടാണ് അമ്പലത്തിൻ്റെ കുളം വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. നല്ല അടിപൊളി പ്ലേസാണ് ഇവിടെ കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാനെങ്കിൽ അടിപൊളി സ്ഥലമാണ്. അങ്ങനെ പിന്നെ ഞാനിതാണ്ട് രക്തേശ്വരിയുടെ നടയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള പാവുമ്പ കാളി ക്ഷേത്രം, പറമ്പത്തുകുളങ്ങര ആ ക്ഷേത്രം ഇവിടെ പാവുമ്പയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ രക്തേശ്വരിയുടെ നടയെ തൊഴുതിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. ഇനി ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കാണിക്കാം കേട്ടോ. പാവുമ്പയിലെ ചരിത്ര പുരാതനമായിട്ടുള്ള ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ പാവുമ്പ നാട്ടുകാരിയായിട്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കല്ലുപാലമാണ് കേട്ടോ. ഇവിടുത്തെ പാവുമ്പയിലെ കല്ലുപാലം. ഇതിന് പഴക്കമൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഇതിന് പഴക്കമുണ്ട്. ഇതുവഴിയായിരുന്നു പണ്ട് ആൾക്കാരൊക്കെ പോയി വന്നുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം ഉത്സവത്തിന് ഇതിൻ്റെ പുറത്തൂടെ ആന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് ഈ പാലം ഇത്ര ചരിഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതിൻ്റെ പുറത്തൂടെ അങ്ങനെ ആരും പോകത്തില്ല. പിന്നെ അതിന് പകരമായിട്ട് ഇവിടെ ആൾക്കാർക്ക് നടക്കാനായിട്ടൊരു കുഞ്ഞു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നത് നമ്മുടെ മെയിൻ പാലമാണ് പാവുമ്പയുടെ. അങ്ങനെ പിന്നെ ഞാൻ തൊഴുതിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം. ഞാൻ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ രാവിലത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.